ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 7 വിന്നർ കൈയടിക്കണം. കാരണം ഇത് പ്രേക്ഷകർ ആഗ്രഹിച്ച വിധിയാണ്. പ്രേക്ഷകർ എന്താണ് വിചാരിച്ചത്, ആർക്കാണ് കപ്പ് കിട്ടേണ്ടത്, ഈ ബിഗ് ബോസ് ഷോയിൽ ഇത്രയും പേർക്കിടയിൽ ആരാണ് ഡിസേർവ് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിയുടെ കരങ്ങളിലേക്ക് തന്നെയാണ് ബിഗ് ബോസ് സീസൺ 7 കപ്പ് എത്തിയിരിക്കുന്നത്. ഈ കപ്പ് കിട്ടിയ നിമിഷം അനീഷിനെ ഒരു തവണ എനിക്കൊരു വാക്ക് ഇതിനകത്ത് പറഞ്ഞേ പറ്റൂ. കാരണം അനീഷ് ഇന്ന് ഈ ഗ്രാൻഡ് ഫിനാലയിൽ ഒരുപാട് ജനങ്ങളുടെ മനം കവർന്നു കാണുമായിരിക്കും. അനീഷിൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷത കൊണ്ട്, അനീഷ് ഈ കാര്യങ്ങൾ എടുക്കുന്ന രീതി കൊണ്ട്, അനീഷിൻ്റെ സംസാരം കൊണ്ട്. പക്ഷേ ട്രോഫി അത് അനുമോൾക്കുള്ളതാ. ഈ വീഡിയോ കാണുന്നവർ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം, സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അനുമോൾക്ക് കൊടുക്കാനുള്ള സ്നേഹം എന്താണെന്നുള്ളത് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ അടിച്ച് എനിക്ക് കാണിച്ചു തരണം കേട്ടല്ലോ. പൊയ്ക്കോ. ഇതിന്റെ പുറകെ കിടന്ന് കൂവിയമാരും ആടിയന്മാരും താടിയന്മാരും പ്രസ്റ്റേജ് ഇഷ്യൂ പറഞ്ഞവന്മാരും സപ്പോർട്ട് മേടിച്ചവന്മാരും എല്ലാവരും ഓടിക്കോ. അനീഷിനെ കളിയാക്കുന്ന പരിപാടിയൊന്നുമല്ല. പക്ഷെ ഈ ഷോയിൽ വ്യക്തമായി ഡിസേർവ് ചെയ്യുന്ന ആള് തന്നെ ഈ കപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് മാത്രമല്ല, കറക്റ്റ് പൊസിഷൻസാ ഈ 5 പേർക്കും കിട്ടിയിരിക്കുന്നത്. ഫെയർ ആയിട്ടുള്ള കറക്റ്റ് പൊസിഷൻ തന്നെ. അത് ആ ഷോ കണ്ടവർക്കും വ്യക്തമായ ധാരണയുള്ളവർക്കും മുൻപിൻ നോക്കാതെ കളികളും അല്ലെങ്കിൽ ആ ബിഗ് ബോസിനകത്ത് കൊടുത്തിട്ടുള്ള കോണ്ടന്റിന്റെയും പ്രസൻസിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഇല്ലാന്നൊന്നും ആരൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ കണ്ണുകടിയായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. പലരും ഗെയിം കാണാതെയും ബിഗ് ബോസ് കാണാതെയും ഇതിനുവേണ്ടി വോട്ടപേക്ഷിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് ഗെയിം കണ്ടവർക്കറിയാം, ബിഗ് ബോസ് കണ്ടവർക്കറിയാം ആർക്ക് വോട്ട് കൊടുക്കണം, എങ്ങനെ വോട്ടിൽ നിൽക്കണം, എങ്ങനെ ഒരാളെ വിജയിപ്പിക്കണം എന്നുള്ളത്. എന്റെ വ്യക്തമായ ധാരണയാണ് ഇപ്പൊ അനുമോള് ഈ ഒരു കപ്പുമായിട്ട് ഈ ഷോയ്ക്കകത്ത് നിൽക്കുന്നത് തന്നെ. വ്യക്തമായിട്ടൊരു സ്ത്രീക്ക് അവളുടെ എല്ലാ ഇമോഷൻസും ഏത് രീതിയിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ 24/7 ആയിട്ട് നിൽക്കാൻ കഴിയുമോ ആ നിൽക്കാൻ കഴിയുന്നതിന്റെ എക്സ്ട്രീം ലെവലിൽ ആ പെൺകുട്ടി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കപ്പ് ഈ കൈകളിലായിരിക്കും സുരക്ഷിതം. ഈ കൈകളിൽ ഇരിക്കുന്നത് തന്നെ ആയിരിക്കും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായിട്ടും തോന്നുന്നത്. അതിന് കൂടെ ഒരുപാട് ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുകളിലാണ് അനുമോള് കളിച്ചുകൊണ്ടിരുന്നതും അനുമോള് നിന്നുകൊണ്ടിരുന്നതും. അനീഷിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അനീഷിന്റെ ഒരു കളി ഏതാണ്ട് ഒരു 10-15 ദിവസത്തോടു കൂടി അങ്ങ് തീർന്ന് ആ വീട്ടിന്റെ പല സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയി. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു കപ്പ് നമ്മുടെ അനുമോളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തേനെ കൈയടിച്ച പല മുഖങ്ങളും വേണമെന്ന് വെച്ച് കൈയടിച്ചതൊന്നും അല്ല കേട്ടേ. ബിഗ് ബോസിന് പുറത്തുള്ളവരുടെ ഇമോഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാം. അത് ആരാധന മൂത്തിട്ട് കാണിക്കുന്ന ഇമോഷൻ ആയിരിക്കും. എന്നാൽ ഇവരുടെ കൂടെ അതേ കണ്ടസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുള്ള വ്യക്തികൾക്ക് തന്നെ അനുമോളുടെ കയ്യിൽ ആ ഒരു ട്രോഫി ഇരിക്കുമ്പോഴത്തേക്കിന് അത്ര ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു കയ്യടിയോ ഒരു ഉത്സാഹം ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അത് ചിലപ്പോൾ ഇനിയും എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്ന് ഒന്ന് ഫീൽഡിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തുകൊണ്ടായിരിക്കും എങ്ങനെയായിരിക്കും എന്ന്. ഒരുപാട് പേര് നെഗറ്റീവ് അടിച്ച് സ്പ്രെഡ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. അനുമോൾക്ക് കപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ നിന്ന് ഏറ്റവും വലിയ അൺഫെയർ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അൺഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. ഈ ഷോയിൽ ജീവിതം വെച്ച് കളിച്ചിട്ടുള്ള എല്ലാ ഇമോഷൻസും കാണിച്ചിട്ടുള്ള ഒരു പെണ്ണിന് കളിക്കാൻ പറ്റാവുന്ന എക്സ്ട്രീം ലെവലിൽ നിന്ന് കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോള്. പിന്നെ എങ്ങനെയാണ് അൺഫെയർ ആവുന്നത് അല്ലെങ്കിൽ ഒരു ട്രോഫി കിട്ടാൻ അർഹതയില്ലാത്തതാവുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. പലരുടെയും പ്രസ്റ്റേജിന്റെ ഇഷ്യൂല് അവസാന നിമിഷം ആ ഒരു ലൈവിനകത്ത് പറയുന്നുണ്ട്, ഈ ഷോ ഞാൻ കാണാറില്ല, ഇതിനകത്തുള്ള കട്ട് പീസുകൾ കണ്ടിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അതായത് PR കൊടുക്കുന്ന കട്ട് പീസുകൾ കണ്ടിട്ടാണ് ഞാൻ ഈ ഷോയെ വിലയിരുത്തുന്നത്. 2 ദിവസം വന്നിട്ട് ഞാൻ ഷോ കണ്ടെന്ന് അതിന്റെ ഭാഗം വെച്ച് ഞാൻ നോക്കിയപ്പോൾ അനീഷാണ് സൂപ്പർന്ന്. അതുകൊണ്ട് ഞാൻ അനീഷിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തു. ഒരിക്കലും അനീഷിനെ താറടിച്ച് കാണിക്കില്ല. അനീഷ് വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ്, കോമണറായി വന്ന് ബിഗ് ബോസ് തികച്ചിട്ടുള്ള ആദ്യ വ്യക്തി. അത് അനീഷിന്റെ പേരിൽ 2 കാര്യങ്ങൾ. 1 ബിഗ് ബോസിനുള്ളിലെ ജയിലും, 2 ഈ സാധനവും. അല്ലയാ നീ കൊള്ളാം, കിടിലം. നെവിനും കൊള്ളാം, അക്ബർ, ഷാനവാസ് എല്ലാവരും കൊള്ളാം. എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു കൺഗ്രാജുലേഷൻ. പക്ഷെ അനുമോള് ഇതിനെക്കാളും ടോപ്പ് ലെവലില്ല. അത് ടോപ്പ് ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അവസാന നിമിഷങ്ങളിലേക്ക് അവള് തെളിയിച്ച് തന്ന് ഒറ്റയ്ക്ക് നിന്ന് പോരാടി, ഒറ്റയ്ക്ക് നിന്ന് ഇമോഷൻസ് പങ്കുവെക്കാതെ ഒറ്റയ്ക്ക് നിന്ന് ഇമോഷൻസ് കാണിച്ചു തന്ന് കൂട്ടമായിട്ട് ആക്രമിച്ചപ്പോഴും ഒറ്റയ്ക്ക് തന്നെ അത് കരഞ്ഞു തീർക്കാനായിട്ട് ശ്രമിച്ച് വ്യക്തമായ രീതിയിൽ ഒരു ഷോ എങ്ങനെ കളിക്കണമെന്ന് കാണിച്ചു തന്ന് ആ കളിയിലെ ഓരോ ഫീലിങ്സും ഏത് മൂമെന്റ്സിൽ എടുത്ത് കാണിക്കണമെന്നും ഇല്ലേ ഏത് രീതിയിൽ വോട്ട് എൻ്റെ അടുത്തേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് കാണിച്ചു തന്ന്. അതാണ് ഗെയിം. ആ ഗെയിം സ്പിരിറ്റ് തുടക്കം മുതലേ അവസാനം വരെ ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു.
സുഹൃത്ത് ബന്ധങ്ങളും കൂട്ടുബന്ധങ്ങൾക്കും ഇടയിൽ പെട്ട് മൈൻഡ് ഔട്ടായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞില്ല. എന്നാൽ മൈൻഡ് ഔട്ട് ആവുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങളും ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലും ചെന്ന് വീഴാതെ വ്യക്തമായിട്ട് കരയേണ്ട സ്ഥാനത്ത് വിഷമം വന്നു കഴിഞ്ഞാൽ കരഞ്ഞു തീർക്കുകയും ചിരിക്കേണ്ട സ്ഥാനത്ത് അത് ചിരിച്ച് തന്നെ അവസാനിപ്പിക്കുകയും സന്തോഷിക്കേണ്ട സ്ഥാനത്ത് സന്തോഷിപ്പിച്ച് അവസാനിപ്പിക്കുകയും ദെൻ ബാക്ക് ടു അടുത്ത ദിവസത്തിലേക്ക് വരുമ്പോഴത്തേന് അത് നോർമൽ, അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ആണ്, ഞാനവിടെ വിജയിക്കാൻ പോയതാണ്, എനിക്കിത് വിജയിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം, മുന്നോട്ട് പോയാലേ എനിക്ക് നല്ലൊരു ഭാവിയുള്ളൂ, എൻ്റെ കുടുംബം രക്ഷപ്പെടത്തുള്ളൂ, എന്നെ ചുറ്റിപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ രക്ഷപ്പെടത്തുള്ളൂ, എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാനൊരു സംതൃപ്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കപ്പ് ഞാൻ കൊണ്ടുവരിക്കണം എന്നുള്ളൊരു കാര്യം. ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസിൽ ആദ്യമായിട്ട് വന്നത് ഞാനാണ്, രണ്ടാമത് ഈ ബിഗ് ബോസിൽ കയറിയത് അനീഷാണ്, മൂന്നാമത് ഈ ബിഗ് ബോസിൽ കയറിയത് അനു ആണെന്ന്. എന്നാൽ ഓർഡറിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടേ ഉള്ളൂ. മൂന്നാമത് കയറിയ ആൾ ഫസ്റ്റും രണ്ടാമത് കയറിയ ആൾ സെക്കൻഡുമാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ലാലേട്ടൻ ഇത് പറയുമ്പോഴത്തേന് ഷാനവാസിന്റെ ഒക്കെ മുഖത്തൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ ആയിരിക്കില്ലേ കപ്പ് കിട്ടിയിരിക്കുന്നുള്ളൊരു കാര്യം. ആ ഒരു സന്തോഷം ചിലപ്പോൾ ഈ ഷോ കണ്ടവർക്ക്, വ്യക്തമായി കണ്ടവർക്ക് ചിലപ്പോൾ ആ ഒരു ഫീലിങ്സ് കൺവിൻസ് ആയതുമായിരിക്കും. വ്യക്തമായ നിലപാടുകളിലൂടെ ഉറച്ചു നിന്ന്, നമുക്ക് വേണേൽ നിലപാടെന്ന് പറയുമ്പോൾ വേദലക്ഷ്മിയെ കൂടെ ഒന്ന് ചേർത്തേക്കാം. അന്ന് എന്താ പറഞ്ഞ ഇല്ല, ആ ഇല്ലേ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നെഗറ്റീവായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് മസ്താനിയെ ഈ ഒരു അവസരത്തിൽ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മസ്താനി നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് പോയൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം മസ്താനി അത് ഏറെക്കുറെ മാറ്റി പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ പോസിറ്റീവായിട്ട് പോയി നെഗറ്റീവായിട്ട് വന്ന വ്യക്തികളാണ് ഈ ബിഗ് ബോസിൽ ഗെയിം ചേഞ്ചറായിട്ട് വന്ന് ടോപ്പ് 5 കയറുമെന്ന് വിചാരിച്ച പല വ്യക്തിയെയും ടോപ്പ് 5 പോയിട്ട് ടോപ്പ് 6 തന്നെ അടിച്ച് വെളിയിലേക്ക് കളയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിയത്. പലരുടെയും സ്വഭാവങ്ങൾ ഇതിനകത്ത് വ്യക്തമായി എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്, പലരുടെയും ചിന്താഗതി ഇതിനകത്ത് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. എന്നാൽ അനുമോളുടെ ചിന്താഗതിയും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ വീണ്ടും എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് തന്നെ ഈ വിജയം എത്തിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് കാണിക്കുമ്പോഴത്തേക്കിനും എല്ലാവർക്കും അതൊരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൺവിൻസ് ആവുന്ന ഫീലിങ്സ് ആണ്. അതായത് മറ്റൊരു വ്യക്തിക്ക് തിന്മ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല, മറ്റൊരു വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ചിലപ്പോൾ പറയുന്നതും ചെയ്യുന്ന കാര്യങ്ങളിനകത്ത് ചില കാര്യങ്ങളിൽ ഒരു കെയറിങ് ഉണ്ട്. ആ ഒരു കെയറിങ് ജനങ്ങൾക്കിടയിലേക്ക് മനസ്സിലായി, കൺവിൻസ് ആയി. ആ കൺവിൻസ് ആയതാണ് ഈ കപ്പ് ഇതാ ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്നത്. ഇനി അധികം ആരും കരഞ്ഞ് വിഷമിക്കണ്ട, തൂകി വിഷമിക്കണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. കപ്പ് കയ്യിൽ നിന്ന് പോയി. കപ്പ് നമുക്ക് അടുത്ത കൊല്ലവും പിടിക്കാം, കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഇനിയും പുതിയ ഒരു 21 കണ്ടസ്റ്റൻസ് ആയിട്ട് അടുത്ത ബിഗ് ബോസ് വരുന്നവരെ നമുക്ക് കാണാം. അപ്പൊ അനുമോൾ, കൺഗ്രാജുലേഷൻസ്, ബൈ.